ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അത് നമ്മൾ എന്താ പറയുക, അതൊരു ഇന്നർ ഫീലിങ്സ് ആണ്. അത് നമ്മൾ എവിടെയും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ് അത് ഹാപ്പിനെസ്. സന്തോഷം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സംഭവമാണ് ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണിന്റെ വ്യതിയാനം ഉണ്ടാകുന്ന സംഭവമാണ്. അത് ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് 4 ഹോർമോൺ തന്നെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിലൂടെയാണ് നമുക്ക് ആ സന്തോഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് നമ്മൾ ലവ് ഹോർമോൺ എന്നൊക്കെ പറയാം, എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ലവ് ഹോർമോൺ നമ്മൾ സ്നേഹിക്കാൻ ആരാ ഇഷ്ടപ്പെടാതെ? സ്നേഹം വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും അല്ലേ? നമ്മളൊരു റിലേഷനിലായിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മാരീഡ്, നമ്മുടെ ഏത് റിലേഷനിലായാലും, ഇനിയിപ്പോൾ അത് ഓപ്പോസിറ്റ് സെക്സ് അല്ലെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സ് ആയാലോ നമ്മുടെ ഏതെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തായാലും ഒക്കെ നമുക്ക് അവരോടുണ്ടാകുന്ന ആ ഒരു അട്രാക്ഷൻ, അവരോടുള്ള ആ ഒരു സ്നേഹത്തിൽ നിന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണല്ലോ, ആ ഹോർമോണിന്റെ ആ ഉൽപ്പാദനത്തിലൂടെയാണ് നമുക്ക് അവിടെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്, ഓക്സിറ്റോസിൻ എന്നുള്ള ഒരു ഹോർമോണിലൂടെ. അപ്പോൾ അത് നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ, നല്ല കിസ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു സ്നേഹം പങ്കിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്നു. ആ ഹോർമോണിന്റെ വ്യതിയാനത്തിലൂടെ നമുക്കത് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് ഒരു ഡോപ്പോമിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുക തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങളോടൊരു അഡിക്ഷൻ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ, ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പൊ ചിലവര് ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. അതിലൂടെ അവർക്കത് സന്തോഷം കിട്ടുന്നതുകൊണ്ടാണല്ലോ അവരത് എത്ര സമയം വേണമെങ്കിലും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോർമോൺ നമുക്കൊരു അഡിക്ഷനാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോ ഏത് കാര്യത്തിനായാലും, നമ്മൾ മദ്യത്തിനോടായാലോ മയക്കുമരുന്നിനോടായാലോ പുകവലിയോടായാലോ എന്ത് കാര്യത്തിനായോടായാലും ഒരു അഡിക്ഷൻ വരുന്ന രീതിയിൽ നമ്മളെ ആ ഹോർമോൺ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴേക്കും നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതൊരു അപകടമായ മേഖലയിലേക്ക് പോകും. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക അല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതിനോടൊരു സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അവിടെയും നമ്മൾ ആ ഒരു ഹോർമോണിലാണ് ഉണ്ടാക്കി നമ്മൾ എടുക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് സന്തോഷം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോഴാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലാണ് അതൊരു ആ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത്. ബ്രെയിനിൽ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ വളരെ ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ നമുക്ക് നോക്കിയാൽ അറിയാലോ, അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും, വളരെ ഹാപ്പി ആയിട്ടായിരിക്കും അവരുണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ സ്നേഹമുള്ളപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ഇതൊക്കെ ഉണ്ടാവാതിരിക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക, ഹാപ്പി ഇല്ലാതെ നമ്മളിങ്ങനെ സാഡായിട്ട് ഇങ്ങനെ ഡിപ്രഷൻ മൂഡിലൊക്കെ വന്നിരിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മറ്റൊരു ഹോർമോണാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ, അതായത് നമ്മൾ സഹായങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ അവർക്കതൊരു ഉപകാരമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഒരു സംതൃപ്തി അനുഭവപ്പെടാറുണ്ട് അല്ലെ, ഒരു സന്തോഷം. നമ്മൾ അവർക്കത് ചെയ്യുമ്പോൾ നമ്മളുള്ള ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ആ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മളുള്ളിൽ ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിങ്സ് അവിടെ വരുന്നത്. അതൊരു സെറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഈ ഹാപ്പിനെസ് ഉണ്ടാകുന്നതൊക്കെ എന്താണ്, ഓരോ ഹോർമോണിന്റെ വ്യതിയാനമാണ്. ആ ഹോർമോൺ ഉണ്ടാകുന്നത് നമ്മൾ ഇതുപോലെ ഓരോരോ പ്രവൃത്തിയിലൂടെയാണ്. ഇപ്പൊ നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ അയാൾക്കതൊരു ഇതാണ് അല്ലെ, അയാൾക്ക് അതൊരു ഉപകാരമായിരിക്കും. പക്ഷെ അയാളെക്കാട്ടി അത് എഫക്ട് ചെയ്യുന്നത് നമ്മൾക്കാണ്. നമ്മുടെ മനസ്സിലൊരു സംതൃപ്തിയായി, നമുക്കൊരു സന്തോഷമായി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ എന്താ പറയാ ഹാപ്പിനെസ് ഇല്ലാതിരിക്കണില്ല. കുറച്ച് പ്രായമായവർക്ക് അവർക്ക് സ്നേഹിക്കാൻ അവരെയൊന്നും ശ്രദ്ധിക്കാൻ ആളില്ല, സ്നേഹിക്കാൻ ആളില്ല. അപ്പൊ അവരുടെ ആ സ്നേഹത്തിന്റെ ഹോർമോൺ ഉണ്ടാവുന്നില്ല. പിന്നെ അവർക്ക് വയസ്സായതോ അല്ലെങ്കിൽ അവർക്ക് അസുഖക്കാരൊക്കെ ആകുമ്പോൾ അവർ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിൽ അവർക്ക് ഹാപ്പിനെസ് വരുന്നില്ല. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നിനോടൊരു ഇതുപോലെ നമ്മളെ പോലെ എന്താ പറയാ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ TV കാണുക, അങ്ങനെ ഒന്നിനോട് അവർക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെപ്പോഴും ഒരു ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവർ ശരിക്കൊരു ഡിപ്രഷൻ മൂഡ് ഇരിക്കും. പിന്നെ അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനാവും ഉദ്ദേശിക്കുന്നുണ്ടാവും. എന്തെങ്കിലും വരുമ്പോൾ വല്ലവർക്കൊക്കെ അപ്പൊ ആ ഒരു സന്തോഷം നല്ലാണ്ട്
അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മളെപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞു നടക്കേണ്ട, അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സ്നേഹത്തിലിരിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, കാരുണ്യം, നമ്മൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക, സഹായം ചെയ്യുക, നല്ല കൈൻഡ് ഹേർട്ടുള്ള ആൾക്കാരാവുക, എക്സസൈസ് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങളോട് കൂടുതൽ അടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ എപ്പോഴും എന്താ പറയുക, നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കണം. നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ എപ്പോഴും എന്തിലേലൊക്കെ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഹാപ്പിനെസ് എന്നുള്ള സംഭവം തന്നെ ഉണ്ടായിക്കോളും. അതൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ദുഃഖം ഒന്നുണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.